ഹായ് ഓൾ, വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂസോൺ. അപ്പോൾ നമ്മുടെ KSEB ഇലക്ട്രിസിറ്റി വർക്കറിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് ആണ് നമ്മളത് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ അടുത്തൊരു പ്രോസസ്. അപ്പൊ ഇത് ഡിസ്ട്രിക്ട് വൈസ് നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് വൈസ് റിക്രൂട്ട്മെന്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ജില്ലയിലേക്ക് മാത്രമേ നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവുള്ളൂ. അതായത് ജൂൺ മാസം 3-ാം തീയതി വരെ നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യാനുള്ള സമയമുണ്ട്. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ വേക്കൻസീസ് എറണാകുളം ജില്ലയിലാണ്. പിന്നെ നമുക്ക് അവിടെ കോഴിക്കോട് ഉണ്ട്, പിന്നെ തിരുവനന്തപുരം ഉണ്ട്, പിന്നെ നമുക്ക് ഇടുക്കി, അതേപോലെ കണ്ണൂര്, മലപ്പുറം, പാലക്കാട്, പിന്നെ ആലപ്പുഴ, കോട്ടയം, ആ ഒരു രീതിയിലാണ് വേക്കൻസി ഡിസ്ട്രിബ്യൂഷൻ അവിടെ ഉള്ളത്. അപ്പൊ ഇതിൽ പലർക്കും ഉള്ള ഒരു പ്രശ്നമാണ് ഏത് ജില്ലയിൽ അപേക്ഷിക്കണം, വേക്കൻസി കൂടുതലുള്ള ജില്ലയിൽ അപേക്ഷിക്കണോ അല്ല നമ്മളുടെ സ്വന്തം ജില്ലയിൽ തന്നെ അപേക്ഷിച്ചാൽ മതിയോ എന്നുള്ളത്. അപ്പൊ ഇതിൽ ഏറ്റവും ബെറ്റർ നിങ്ങളുടെ സ്വന്തം ജില്ലയിൽ തന്നെ അപേക്ഷിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇപ്പം ഒരു 989 വേക്കൻസീസ് മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും ഇതെന്താ ഒരു 2000+ വേക്കൻസീസിലൊക്കെ എത്തുന്നുണ്ടാവും. ഓക്കെ, ഇപ്പം നിങ്ങളുടെ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്ത വേക്കൻസി കുറവാണെന്നുണ്ടെങ്കിലും പിന്നെ എന്ത് ചെയ്യാം, അത് വീണ്ടും കൂടാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ചിട്ട് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ ജില്ലയിൽ, സ്വന്തം ജില്ലയിൽ വേക്കൻസി കുറവാണ്, അതുകൊണ്ട് അപ്ലൈ ചെയ്യേണ്ടെന്നുള്ള തോട്ടിലേക്ക് നിങ്ങൾ പോകരുത്. 3 ഫാക്ടേഴ്സ് ഉണ്ട് ഇതിൽ, നമുക്കത് കണ്ടിന്യൂസ് ആയിട്ട് വണ്ടി കൊണ്ടായിട്ട് നമുക്കവിടെ പറയാം. അപ്പൊ ഏറ്റവും ബെറ്റർ എന്താ, നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ജില്ലയിൽ തന്നെ അപേക്ഷിക്കുന്നതാണ്. കാരണം അവിടെ എന്താ പറയണ്ടത്, നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ജോലി സ്വന്തമായിട്ട് വീട്ടിൽ നിന്ന് നിന്നിട്ട് പോവാം, അങ്ങനെ പല ഫാക്ടേഴ്സും അതിനുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്വന്തം ജില്ലയിൽ തന്നെ അപേക്ഷിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ 2000 വേക്കൻസി, സോറി 989 എന്നുള്ളത് എന്താ, 2000-ന് മേലെ അഡ്വൈസ് പോകാൻ വേണ്ടി പറ്റിയൊരു പോസ്റ്റ് ആണ്. അപ്പൊ ഇനീഷ്യൽ സ്റ്റേജിൽ മാത്രമാണ് 989. ഇനിയിപ്പോ നോട്ടിഫിക്കേഷൻ വന്നു, ഇനിയിപ്പം എക്സാം കണ്ടക്ട് ചെയ്ത് അതിന്റെ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ എന്തായാലും സ്വാഭാവികമായിട്ടും കുറച്ചുകൂടി വേക്കൻസീസ് ഉണ്ടാവും. പിന്നെ റാങ്ക് ലിസ്റ്റിന്റെ 3 വർഷത്തിന്റെ അടുത്ത് വാലിഡിറ്റി ഉണ്ട്. ഓക്കെ, അപ്പം ഇതിൽ ഇപ്പൊ നോക്കുമ്പോ അവിടെ ഇടുക്കിയിലെ 96 വേക്കൻസീസ് ഉണ്ട്. നേരെ മറിച്ച് നമുക്ക് അവിടെ എന്താ പറയണ്ടേ, കാസർഗോഡ് 32 വേക്കൻസി ഉള്ളൂ, അല്ലെങ്കിൽ വയനാട് 26 വേക്കൻസി ഉള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ കൊല്ലത്ത് 49 വേക്കൻസി ഉള്ളൂ. അങ്ങനെ നോക്കാം, നിങ്ങളുടെ സ്വന്തം ജില്ലയിൽ തന്നെ നിങ്ങൾ അവിടെ അപേക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കാം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇതെന്താ ഒരു ജില്ലാ അടിസ്ഥാനത്തിൽ പിന്നെ ഉള്ള ഒരു റിക്രൂട്ട്മെന്റ് ആണ്. അതുകൊണ്ട് നമ്മളൊരു ജില്ലയിൽ തുടർച്ചയായിട്ട് 5 വർഷം നമ്മൾ അവിടെ എന്ത് ചെയ്യാം, അവിടെ സർവീസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആണ് ഉള്ളത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ജില്ലയിൽ നമ്മളവിടെ 5 വർഷം നമ്മളവിടെ സർവീസ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറഞ്ഞേക്കുന്നത്, നിങ്ങളവിടെ പിന്നെ അപ്ലൈ ചെയ്യുമ്പോൾ സ്വന്തം ജില്ലയിൽ തന്നെ അപേക്ഷിക്കുക എന്നുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 5 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ ജില്ലയിലേക്ക്, വേറൊരു ജില്ലയിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ സീനിയോറിറ്റി എന്താ അവിടെ നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ വീണ്ടും എന്താ ഫ്രഷ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും തുടങ്ങേണ്ടി വരും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ തന്നെ സ്വന്തം ജില്ലയിൽ തന്നെ അപേക്ഷിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അല്ല നിങ്ങളിപ്പോ വേക്കൻസി കൂടി എറണാകുളത്തേക്ക് മറ്റോ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എന്താ, നിങ്ങൾക്ക് 5 വർഷം കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു എറണാകുളത്ത് നിന്ന് കൂടുതൽ വേക്കൻസി ഉള്ളതുകൊണ്ട് നിങ്ങളെ സ്വന്തം ജില്ലയിലേക്ക് കിട്ടാൻ വേണ്ടി പറ്റുള്ളൂ. ആ ഒരു 5 വർഷം കഴിയുമ്പോൾ നിങ്ങൾ എന്താ വീണ്ടും ഫ്രഷ് എന്ന് പറഞ്ഞിട്ടായിരിക്കും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. പക്ഷെ എക്സ്പീരിയൻസ് കംപ്ലീറ്റ് ആയിട്ട് എന്താ പോകുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ അവിടെ അത്രയും കാലം ചെയ്തത് നിങ്ങൾക്ക് അവിടെ പ്രൊമോഷനോ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു ബുദ്ധിമുട്ടിലേക്ക് വരുന്നുണ്ടാവും. പിന്നെ വേറൊരു കാര്യം, നമ്മൾ അവിടെ നോക്കി ഇടുക്കി, വയനാട്, കാസർഗോഡ്. അതിൽ ഇടുക്കിയിൽ ഏകദേശം 96 വേക്കൻസീസ് ഉണ്ട്. കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ല, ഇടുക്കിയിലെ 96 വേക്കൻസീസ് ഉണ്ട്. പക്ഷെ നിങ്ങൾ എന്താ, നിങ്ങളൊരു ഇടുക്കിക്കാരനല്ലാന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, സോറി, നിങ്ങൾ വേറൊരു ഇതിലേക്ക്, ഇടുക്കിയിലേക്ക് അപേക്ഷിക്കരുത്. അല്ലെങ്കിൽ അപേക്ഷിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അവിടെ എന്താ, ഇടുക്കി, വയനാട്, കാസർഗോഡ് ജില്ലയിൽ ഒരു സ്പെഷ്യൽ പ്രോസസ് ആണുള്ളത്. ഈ 2026 ജനുവരി മാസം അതിന്റെ ഒരു റൂൾ ഇറങ്ങിയിട്ടുണ്ട്. അതായത് നിങ്ങൾ മിനിമം 10 വർഷം എന്ത് ചെയ്യാം, അവിടെ നിങ്ങൾ സർവീസ് ചെയ്യേണ്ട സിറ്റുവേഷൻ ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, അപ്പൊ അവിടെ എന്താ, കാരണം വെച്ചാൽ ഇപ്പം കാസർഗോഡ് ഇപ്പം ജില്ലാതല നിയമനാകുമ്പോൾ ഇപ്പൊ LDC ക്കാണ് കാസർഗോഡ് ജില്ലയിലേക്ക് അപ്ലൈ ചെയ്തിട്ട് പിന്നെ എന്താ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും മാറിപ്പോകുന്ന സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 10 വർഷമാണ് എന്ത് ചെയ്തേക്കുന്നത്, അവിടെ
വർക്ക് ചെയ്യേണ്ട സിറ്റുവേഷൻ ഉള്ളത്. 10 വർഷത്തേക്ക് വർക്കിംഗ് അറേഞ്ച്മെന്റ്, ഡെപ്യൂട്ടേഷൻ, ട്രാൻസ്ഫർ, മ്യൂച്വൽ ട്രാൻസ്ഫർ എന്നിവ അനുവദിക്കുന്നതല്ല. അതേപോലെ അവരുടെ പ്രൊമോഷനും ഈ ജില്ലകളിൽ തന്നെ പരിമിതപ്പെടുത്തുന്നതാണ്. അതുകൂടാണ്ട് ഇടുക്കി, വയനാട്, കാസർഗോഡ് ജില്ലകളിലാണെന്നുണ്ടെങ്കിൽ 1 വർഷത്തെ 2 വർഷമായിട്ടൊക്കെ കൺസിഡർ ചെയ്യാം. അങ്ങനെ എന്തോ ഒരു റോളും കൂടി ഉണ്ട്. അത് നിങ്ങൾക്ക് ഈ ഒരു ഗവൺമെന്റ് ഓർഡറിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പൊ ഇതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് എന്താ? നിങ്ങളുടെ സ്വന്തം ജില്ലയിൽ തന്നെ അപേക്ഷിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ ഈ ഒരു പ്രൊമോഷൻ കാര്യങ്ങൾ, കാരണം എന്താ വെച്ചാൽ ഈ ലൈൻമാൻ ഗ്രേഡ് 2ലേക്കാണ് ഈ KSEB വർക്കറിന്റെ പ്രൊമോഷൻ വരുന്നത് അല്ലെ. വർക്കറിന്റെ പ്രൊമോഷൻ വരുന്നത് ലൈൻമാൻ ഗ്രേഡ് 2ലേക്കാണ്. അപ്പോൾ നിങ്ങൾ ഒരു ജില്ല മാറിയിട്ട് അപേക്ഷിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യണ്ടേ? ആ ഒരു അത്രയും കാലം നിങ്ങൾ വർക്ക് ചെയ്ത് വെറുതെ ആവാം. ചിലപ്പോൾ ഒരു 4 വർഷം, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് പറയാണ്ട് ഇപ്പല്ലേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എങ്ങനെയാണെന്നില്ല കാര്യം. ചിലപ്പോൾ 3 വർഷം കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടാം, അല്ലെങ്കിൽ 4 വർഷം, ചിലപ്പോൾ 5 വർഷം. അത് പറയാൻ വേണ്ടി പറ്റില്ല. അപ്പൊ അങ്ങനെ ആവുമ്പോൾ നിങ്ങൾ ഒരു ജില്ലയിൽ നിന്ന് നിങ്ങളുടെ സ്വന്തം ജില്ലയിലേക്ക് ട്രാൻസ്ഫർ ആയി വന്നു കഴിയുമ്പോൾ നിങ്ങൾ അവിടെ എന്താ എക്സ്പീരിയൻസ് സീറോ ആയി, അല്ലെങ്കിൽ നിങ്ങൾ അവിടുത്തെ ഏറ്റവും ജൂനിയർ ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യപ്പെടുന്നുണ്ടാവുക. ഓക്കെ. അപ്പൊ ഇതില് അതായത് നിങ്ങളിപ്പം വേറെ ഇപ്പൊ നിങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു പത്തനംതിട്ടക്കാരനാണെന്ന് വിചാരിക്കാം. അപ്പൊ നിങ്ങൾ എറണാകുളത്തേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്തു. എറണാകുളത്ത് നിങ്ങൾക്ക് അവിടെ ഫസ്റ്റ് അഡ്വൈസിൽ തന്നെ നിങ്ങൾക്ക് അവിടെ ജോലി കിട്ടുന്ന വിചാരിക്കാം. ഓക്കെ. എന്നിട്ട് നിങ്ങൾ കുറെ കഴിഞ്ഞിട്ട് നിങ്ങൾ പത്തനംതിട്ടയിലേക്ക് മാറുവാണ്. പത്തനംതിട്ടയിൽ ആ ഒരു അഡ്വൈസ് പ്രകാരം ലാസ്റ്റ് കയറിയിട്ടുണ്ടാവുമല്ലോ, ആദ്യം ജൂനിയർ ആയിട്ടായിരിക്കും നിങ്ങൾ വർക്ക് ചെയ്യേണ്ട സിറ്റുവേഷൻ വരുന്നുണ്ടാവുക. അപ്പൊ ഏറ്റവും ബെറ്റർ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ജില്ലയിൽ തന്നെ അപേക്ഷിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. നിങ്ങൾക്ക് സംഭവം ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൂടുതൽ വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.